സർ, കേരളം രൂപീകൃതമായതിനു ശേഷം നിരവധി തട്ടിപ്പുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ആധുനിക കാലത്ത് നടന്ന തട്ടിപ്പുകൾ, സോളാർ തട്ടിപ്പ് പോലെയൊക്കെ ഉള്ളത് നമ്മുടെ മലയാളികൾക്ക് ഇന്ന് പരിചിതമാണ്. അപ്പോൾ അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പാതി വില സ്കൂട്ടർ തട്ടിപ്പ്. ഇതിനകത്തെല്ലാം, എല്ലാ തട്ടിപ്പിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ അതിൻ്റെ നേതാക്കൾക്കോ പങ്കുണ്ടാവും. ഇവിടെയും സ്ഥിതി വിഭിന്നമല്ല. ഈ സ്കൂട്ടർ തട്ടിപ്പ് എവിടെ ചെന്ന് അവസാനിക്കും? ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ പിടിയിലാകുന്നു. എവിടെ ചെന്ന് അവസാനിക്കുക, എങ്ങും ചെന്ന് അവസാനിക്കുന്നില്ല. കൊടുത്തവർക്ക് പൈസ പോയി. ഇപ്പോൾ ഷാലിമാർ ഗ്രൂപ്പിൻ്റെ, അതുപോലെ സിനിമാ പ്രൊഡ്യൂസർ സാജൻ കോട്ടയത്ത് നിന്ന്, അവരൊക്കെ ഈ ബ്ലേഡ് കമ്പനികൾ നടത്തിയിരുന്നു. അപ്പോൾ ബ്ലേഡ് കമ്പനിയല്ല, നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ട് പലിശ കൊടുക്കുക, വൻ പലിശ എന്ന് പറഞ്ഞിട്ട് ആകൃഷ്ടരായിട്ട് ധാരാളം ആളുകൾ പോയി. എന്ത് നടപടി ഉണ്ടായി? അവരൊക്കെ സമൂഹത്തിൽ വലിയ ഉന്നതമായിട്ടുള്ള സ്വാധീനമുള്ള ആൾക്കാരാണ്. അവർ പാപ്പരാണെന്നും പറഞ്ഞ് കൊടുത്തു. സ്വത്തെല്ലാം ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു. ബിനാമികളായി. പാപ്പരായപ്പോൾ പിന്നെ നിയമപരമായിട്ട് ഒരു നടപടിയും കൊടുക്കാത്ത കാര്യത്തിൽ അത്രയേ ഉള്ളൂ. അവിടെ അങ്ങ് തീർന്നു. പോയവർ പലരും ആത്മഹത്യ ചെയ്തു, പണം നഷ്ടപ്പെട്ടു, നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. പലരും മരണത്തിനും ആത്മഹത്യയ്ക്കും ഇടയിലൂടെ ഇങ്ങനെ നടന്നു. ഇതാണ് സംഭവിച്ചത്. ഇതും അതുപോലെ തന്നെ നിലവിളികൾ കുറച്ച് നാൾ തുടരും. ഞങ്ങളെല്ലാം അന്വേഷിക്കാമെന്ന് ഗവൺമെൻറ് പറയും. ഇപ്പോൾ തന്നെ നോക്കും, ഇത്രയധികം പേര് വെട്ടിലായിട്ടുള്ള ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കണക്കുകൾ. പരാതികളുടെ എണ്ണം കൂടിയിരിക്കുക. 10,000-ങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുക. അതെ, നാണക്കേട് ആണെന്ന് വിചാരിച്ച് പറയാതിരുന്ന ആൾക്കാരും കൂടി ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക. ദിവസം വെച്ച് ഓരോ ദിവസവും അനുസരിച്ച് നമ്മുടെ ഈ ചൂട് കൂടുന്നത് പോലെ തന്നെ പരാതിക്കാരുടെ പ്രവാഹവും കൂടിക്കൊണ്ടിരിക്കുക. ദിനം പ്രതി കൂടി ദിനേന പുതിയ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ കേരളത്തിലെ ആട് തേക്ക് മാഞ്ചിയം, അതുപോലെ തന്നെ ഈ ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് ഫൈനാൻസ്, അതുപോലെ പോപ്പുലർ ഫൈനാൻസ്, ഇങ്ങനെ എന്തെല്ലാം മണി ചെയിൻ എന്തെല്ലാം തട്ടിപ്പുകൾ വന്നതാണ്. ഈ തട്ടിപ്പുകൾ അതെ, പകുതി വിലയ്ക്ക് കിട്ടും എന്ന് പറയുമ്പോൾ അങ്ങ് നിക്ഷേപിച്ചേക്കുക. ഇത് വലിയൊരു മണ്ടത്തരം കാണിക്കാനുള്ള നമ്മളുടെ അത്യാഗ്രഹത്തിൻ്റെ ഒരു ഫലം കൂടാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ ബാങ്ക് കവർച്ച നടത്തിയത് ആഡംബര ജീവിതം നയിക്കാൻ എന്ന് പറഞ്ഞ പോലെ പകുതി വിലയ്ക്ക് കിട്ടുക അല്ലെങ്കിൽ സൗജന്യമായിട്ട് കിട്ടുക എന്ന് പറയുമ്പോഴേ ഭ്രാന്താണ്. അതാണ് നമ്മുടെ വൻകിട മാളുകളിൽ പാതിരാത്രി കച്ചവടം എന്ന് പറയുമ്പോൾ ഉറക്കവും കളഞ്ഞിട്ട് കൊച്ചുങ്ങളെയും അവരുടെ ഉറക്കവും മുടക്കിയിട്ട് അവരുടെ ആരോഗ്യമെല്ലാം തകർത്തുകൊണ്ട് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ എടുത്തുകൊണ്ട് കാറും എടുത്തുകൊണ്ട് പോവാം മാളിലേക്ക് പകുതി വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓ സാർ, അങ്ങനെ ഒരു ചൊല്ല് പോലും ഉണ്ടല്ലേ? ചൊല്ലുണ്ട്. വെറുതെ കിട്ടിയ പിണ്ണാക്കും എന്ന് പറയുന്ന പോലെ ആ ഒരു സ്വഭാവം ദൂഷ്യം മലയാളികൾക്കുണ്ട്. ഇത് വേണ്ട, ഇത് പോട്ടെ, ഒരു പക്വതയോടുകൂടി ഇങ്ങനെ കിട്ടുന്നത് ശരിയാണോ? ഏതെങ്കിലും ഒരു സ്കൂട്ടർ കമ്പനി, സ്കൂട്ടർ മാത്രമല്ല, ഇവിടെ ലാപ്ടോപ്പുകളുടെ വിതരണമുണ്ട്, അങ്ങനെ പല തയ്യൽ മെഷീൻ, അതെ, ഡ്യൂറബിൾ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയുണ്ട്, TV, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി ഇങ്ങനെ കിട്ടുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ അതോ പറ്റിക്കലാണോ എന്നൊന്ന് ചോദിച്ചറിയാൻ ഞാൻ ഈ പറഞ്ഞ മണി ചെയിൻ ഉൾപ്പെടെയുള്ള ഇൻ്റഗ്രേറ്റഡ് ഫൈനാൻസ് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തുള്ള ഒരു കാര്യക്ഷമതയില്ലായ്മയും അലസതയും അതിൻ്റെ പിന്നിൽ ഉണ്ട്. പക്ഷേ ഇവിടെ മറ്റതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വേറൊരു പരിപ്രേക്ഷ്യം കൂടിയുണ്ട്. അതായത് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരും ആരാധിക്കപ്പെടുന്നവരുമായിട്ടുള്ള ആൾക്കാർ, കൂടാതെ സെമി ഗവൺമെൻറ്റലായിട്ടുള്ള NGOകൾ, സ്ഥാപനങ്ങൾ, അതായത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ഒക്കെ രംഗത്ത് വന്നു. കുടുംബശ്രീയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, കുടുംബശ്രീയുടെ പ്രൊമോട്ടർമാരൊക്കെ വന്നു. NGO സന്നദ്ധ സേവന സംഘടനകൾ, ഒരു പരാതി അതുവരെ ഇല്ലാത്ത സംഘടനകൾ, അതിൻ്റെ ഗവൺമെൻറ് കൺസോർട്ടിയം അതുവരെ ഇതിൻ്റെ രംഗത്ത് വന്നു. പിന്നെ വളരെ ആരാധിക്കപ്പെടുന്ന AN ആനന്ദകുമാർ ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പബ്ലിസിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള AN ആനന്ദകുമാറിനെ പ്പോൾ സായി ഗ്രാമം എന്ന് പറഞ്ഞിട്ട് സന്നദ്ധ വലിയൊരു സ്ഥാപനമാണ്. അതെ, പാവങ്ങളെ കുടിയിരുത്തുക, അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അങ്ങനെയൊക്കെ ഒരുപാട്. അതെ, ഒരു പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അനാഥ കുട്ടിയെ അവന് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നവരെ വളർത്തിയെടുത്ത് അങ്ങനെ വളരെ അധികം സേവനം ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന പോലും, സായി ഗ്രാം പേര് കേട്ട സംഘടന പോലും. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു ആളിനെ കുടിയിരുത്തണമെങ്കിൽ സായിയിലെ ആനന്ദകുമാറിനോട് വിളിച്ച് പറഞ്ഞാൽ മതി, അദ്ദേഹം അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് ആ തലവേദന ഗവൺമെൻറ്റിന് ഒഴിഞ്ഞു കിട്ടും. അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ സർക്കാരുമായിട്ട് ഈ തരത്തിലുള്ള റാപ്പും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഇതിലെ ഈ സംഘടന, അതായത് ഇതിനു വേണ്ടി പകുതി വിലയ്ക്ക് കൊടുക്കാം എന്നുള്ള
കരാർ വെച്ച് ഒരു സന്നദ്ധ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് അദ്ദേഹമാണെന്നൊക്കെ പറയും. ഒന്നാം പ്രതി വാസ്തവത്തിൽ അദ്ദേഹമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ എന്നിട്ടും ഇത്ര നാളായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു അറസ്റ്റോ കസ്റ്റഡി എടുക്കലോ നടപടികളുണ്ടായില്ല. അദ്ദേഹം സുഖമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അതെന്ത് സംശയം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശരിയാണ് നമ്മുടെ പിന്നെ സാർ ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കി അങ്ങിപ്പോൾ സായി ഗ്രാമത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇദ്ദേഹമൊക്കെ ഒരു വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സായി ഗ്രാമം വിശ്വാസമുള്ള ആളാണ്. അതെ, സുതാര്യമായി പ്രവർത്തിച്ചൊരു സ്ഥാപനമാണ്. ഈ പലരും ഇതിനകത്ത് പെട്ടുപോകുന്നതാണോ വാസ്തവത്തിൽ? പലരും ഇവരെ ഏതെങ്കിലുമൊക്കെ തട്ടിപ്പുകാർ ഇവരെ പെടുത്തുന്നതാണോ? ഉത്തരവാദിത്തമുള്ള ആൾക്കാർ അങ്ങനെ പെട്ടുപോകാൻ പാടില്ല. അനന്തു കൃഷ്ണൻ ആളിൻ്റെ പറയുന്ന ആളിൻ്റെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത പരിശോധിക്കേണ്ടതല്ലേ? അയാൾക്ക് എന്ത് ക്രെഡിബിലിറ്റി? ആനന്ദകുമാറിന് ക്രെഡിബിലിറ്റി ഉണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ആനന്ദകുമാർ അയാളെ വിശ്വസിച്ചത് എന്തിൻ്റെ പേരില്ല? അവിടെയാണ് ഇതിൻ്റെ ചുരുൾ. 2 കോടി രൂപ സായി ഗ്രാമത്തിന് അദ്ദേഹം കൊടുത്തു എന്ന് പറയുന്നത്. അതാണ് വിശ്വാസം. ഈ 2 കോടി കിട്ടി. അപ്പോൾ അദ്ദേഹം ഇതിനാൾക്കാരെ ചേർക്കാൻ തുടങ്ങി. ശരിയാണോ അത്? ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കറിയില്ല. ഒരു ചതി പറ്റിയതാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അവിടെ ഞാൻ ഈ പറഞ്ഞ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളിൻ്റെ ഉപദേശം അനുസരിച്ച് സംഘം കൂടാമോ? അങ്ങനെ അത് ഉത്തരവാദിത്തമല്ലേ? ഇത് ആളുകളുടെ പണമല്ലേ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് കോമൺ സെൻസ് ഇല്ലേ? ആളുകളുടെ പണം പോകുമ്പോൾ ഇപ്പോൾ താങ്കളുടെ പണം ഞാൻ വാങ്ങിക്കുന്നു, പ്രശാന്ത് ആര്യയുടെ പണം ഞാൻ വാങ്ങിക്കുന്നു. എന്നിട്ട് ഒരാൾ പറഞ്ഞ ആ പണം ഉപയോഗിച്ച് ഞാൻ അയാൾക്കൊരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുക. ആ കൊണ്ടുവരുന്ന ആളിനെ അറിയാതെ ഞാൻ അയാളുടെ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റുമോ? കൊണ്ടുവരുന്ന ആളിനെ എനിക്ക് പരിചയമില്ലെങ്കിൽ പൈസ വാങ്ങിക്കാൻ പറ്റുമോ? അയാൾ എനിക്ക് തരുന്ന 100 രൂപ എനിക്ക് തരുന്നു. ആ 100 രൂപയുടെ പേരിൽ ഞാൻ നിങ്ങളെ ചതിക്കുകയല്ലേ ചെയ്യുന്നത്? ആണോ അല്ലയോ? 100 രൂപ എന്നിട്ട് അയാളുടെ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചെന്നാൽ അയാൾക്കൊരു സ്കൂട്ടർ പകുതി വിലയ്ക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ വിശ്വാസ്യത നമ്മൾ അറിയണ്ടേ? ഇത് പറഞ്ഞാൽ ഇതിൻ്റെ വിശ്വാസ്യത നമ്മൾ അറിയണ്ടേ? അല്ലാതെ ചുമ്മാ താങ്കളെ ചതിക്കുകയല്ലേ ഞാൻ ചെയ്യുന്നത്. ആ ചതി ഇവിടെ പറ്റിയിട്ടുണ്ട്. അതുപോലെ ലാലി വിൻസെൻ്റ് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്, അഭിഭാഷക കൂടിയാണ്. അതെ, അവിടെ ED പോയി അന്വേഷണം നടത്തി അവരുടെ ഫ്ലാറ്റിൽ. അവരൊക്കെ ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകരൊക്കെ ഇങ്ങനെ ചെയ്യാമോ? സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ഇങ്ങനെ ചെയ്യാമോ? അനന്തു കൃഷ്ണ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഒരു മന്ത്രിയാണെങ്കിൽ ഓക്കെ, സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഔദ്യോഗിക പദവി, ഓക്കെ. ഇതുകൂടാതെ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ഇതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന, ഇതിൻ്റെ ഈ നിയമവശങ്ങളും അറിയാവുന്ന വ്യക്തിയല്ലേ അദ്ദേഹം. ഏതെല്ലാം അന്വേഷണ കമ്മീഷനുകളുടെ തലപ്പത്തിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെയും വീഴ്ത്താൻ കഴിവുള്ള ബിരുദന്മാർ ഇവിടെ ഉണ്ട്. ചാലക്കുടിയിൽ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൽ നിന്ന് പണം കൊള്ള ചെയ്യാൻ കരുത്ത് കാണിച്ച ആ കൊള്ളക്കാരൻ പറയുന്ന അയാളൊരു അവിടുത്തെ ബാങ്ക് മാനേജർ ഒരു വിഡ്ഢിയാണ്, പരമ വിഡ്ഢിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിഡ്ഢിത്തമുണ്ട്. ഒന്നുകിൽ മുതലെടുക്കാനാണ് ഒന്നുകിൽ വിഡ്ഢിത്തം, അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു സഹകരണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതിന് കൂട്ടു നിന്നിട്ടുണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു തെറ്റ്. ഒന്നുകിൽ വിഡ്ഢിത്തം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇവരോടൊപ്പം കൂട്ടുചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു കുറ്റകൃത്യം ഇവരെല്ലാം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ പശ്ചാത്തലം. കൂടുതൽ അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇനിയും. ഇതിനകത്ത് ആരാണ് യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തിയത്, ഇത് എന്തുദ്ദേശിച്ചാണ് ഇവർ മുന്നോട്ട് പോയത്? ഈ പറയുന്നത് പോലെ ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ഒക്കെ, ഇപ്പോൾ സ്ത്രീ ശാക്തീകരണമൊക്കെയാണ് ഇതിൻ്റെ പേര് പറയുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പോലും പറയപ്പെട്ടു ഒരു സമയത്ത്. അങ്ങനെയൊക്കെ ചെയ്ത് ഇത്തരം ബിരുദന്മാർ, നമുക്കറിയാം സോളാർ കേസിലും സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ വളരെ അതിവിദഗ്ധമായിട്ട് ആസൂത്രിതമായിട്ട് കുറേ പേരെ പറ്റിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് പ്രഥമ ദൃഷ്ടിയ കാണുന്ന കാഴ്ച. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ജെറി അമൽദേവ് അവിടെ ഡൽഹിയിൽ നിന്ന് ഏതോ ഫ്രോഡ്സ്റ്റേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു താങ്കളെ ഡിജിറ്റലായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുക. അദ്ദേഹം അവർക്ക് പണം അടയ്ക്കാൻ ബാങ്കിൽ പോയി. അദ്ദേഹത്തിന് ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ലാത്ത ബാങ്ക് അല്ലെങ്കിൽ കൊടുത്തതിന് അതെ ബാങ്കിൽ പോയി പേയ്മെൻറ്റ്. ബാങ്കുകാർക്ക് സംശയം തോന്നി ആ ജെറി അമൽദേവ് ഇത് പറ്റിപ്പാണെന്ന് പറഞ്ഞ് വിട്ടത്. അത്രയും ഒരു ഉത്തരവാദിത്വമെങ്കിലും നമുക്കില്ലേ? ഇപ്പോൾ ആനന്ദകുമാറിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാലി വിൻസെൻ്റിനെയോ കക്ഷി ചേർക്കുമ്പോൾ അവരടുത്ത് ഏതെങ്കിലും ഒരു സ്കൂട്ടർ കമ്പനിയുടെ നമ്പർ എടുത്തിട്ടൊന്ന് വിളിക്കുക. ഗൂഗിളിൽ നോക്കി ഇതെല്ലാം കിട്ടുമല്ലോ. ഇങ്ങനെ പകുതി വിലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് സാധ്യമായ കാര്യമാണോ? അങ്ങനെ എന്തെങ്കിലും സ്കീമുണ്ടോ? ഒന്നും വേണ്ട, ചേംബർ ഓഫ് കൊമേഴ്സിൽ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ ഇങ്ങനൊരു സ്കീമുണ്ടോ എന്നുള്ളത്. അവർ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ലേ?
എത്ര കൊടുംചതികൾ, എത്ര പാവങ്ങളുടെ കണ്ണുനീർ, അവരുടെ ഈ സ്വത്ത് വിട്ട് കിട്ടിയ പണം ഒക്കെ ലാഭിക്കാൻ കഴിയുമായിരുന്നു. അവരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതല്ലേ ഏറ്റവും വലിയ സന്നദ്ധ സേവനം എന്ന് പറയുന്നത്. ആ സേവനം ചെയ്യാൻ എന്തുകൊണ്ട് ഈ സന്നദ്ധ സേവന സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരുടെ, ഒരു പക്ഷേ ആനന്ദകുമാറൊക്കെ പത്മശ്രീ കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് എന്തുകൊണ്ട് ഇത് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു ചോദ്യം. അതൊരു വലിയ ചോദ്യമാണ്. ആനന്ദകുമാർ സാറിനെ പോലുള്ള ഒരാളിന് ഇത് എന്തുകൊണ്ട് തടയാൻ പറ്റിയില്ല? തടയുകയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ ചെയ്ത ഒരു കാര്യം കൂടി ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട്, ഈ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ഇതപര്യന്തം ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. ആ സേവനങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടത്, അമൂല്യമായത് ഇത് തന്നെയാകുമായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പറയുന്നത് പോലെ ആനന്ദകുമാർ അടക്കമുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന CSR ഫണ്ട് ഉപയോഗിച്ചത് നടത്താം, ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ അവർ അത് വിശ്വസിച്ചതാകില്ലേ ഇതിൻ്റെ കുഴപ്പം? അതെ, കണ്ണുമടച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം CSR ഫണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സ്കീമുണ്ടോ, ഏതെങ്കിലും ഒരു സ്കൂട്ടർ കമ്പനിക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ EDയിൽ തന്നെ വിളിച്ച് ചോദിക്കാവുന്നല്ലോ. ഇങ്ങനെ ഒരു പരിപാടി വന്നിരിക്കുന്നു, എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അനന്തകുമാറിനെ പോലെ ആൾക്കാർ ഡൽഹിയിൽ തന്നെ, കേരള മന്ത്രിസഭയിൽ മാത്രമല്ല ഡൽഹിയിലും ധാരാളം പിടിപാടുള്ള ആളാണ്. ഇതൊന്ന് ചോദിച്ചാൽ ഈസിയായിട്ട് അറിയാൻ പറ്റുന്ന കാര്യമല്ലേ? അദ്ദേഹം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഇത് എന്തോ കുഴപ്പങ്ങളുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇതിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി. താൻ രൂപീകരിച്ച സംഘടനയിൽ നിന്ന് എങ്ങനെ രാജിവെച്ച് പുറത്തു പോകുന്നു? പിരിച്ചുവിടുകയല്ലേ വേണ്ടത്? രാജിവെച്ചു എന്ന് പറയുന്നത് അത്ര ക്രെഡിബിലിറ്റി ഉള്ള അന്നേ ഇത് ആ സംഘടന പിരിച്ചുവിടണം. സംഘടന പിരിച്ചുവിട്ട് ഇതിന്റെ കുഴപ്പക്കാരായ ആൾക്കാരെ മുന്നിൽ ഹാജരാക്കേണ്ടതായിരുന്നു. അതെ, പത്രവാർത്തയിലൂടെയോ പത്രക്കുറിപ്പിലൂടെയോ ഇതിൽ പെട്ടുപോകരുതെന്നുള്ള വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ടാകുമായിരുന്നു. ഇതെന്താ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ഈ ബുദ്ധിയിൽ ലോപം സംഭവിക്കുന്നത്, അബദ്ധത്തിൽ പെട്ടുപോകുന്നു എന്നുള്ളത്, ഇങ്ങനത്തെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നു എന്നുള്ളത് ഒരു സത്യം. പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നു എന്നുള്ള വലിയൊരു അപകടം നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുകയും വിവരമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരിൽ പതിയിരിക്കും.